ഹലോ ഗൈസ്, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. മോട്ടോയുടെ മോട്ടോ G34 ബഡ്ജറ്റ് സെഗ്മെൻറ്റിലാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. 4GB 128GB വേരിയൻറ്റിൻ്റെ വില എന്ന് പറയുന്നത് 10,999 8GB 128GB വേരിയൻറ്റിന് ഒരു 1000 രൂപ കൂടെ എക്സ്ട്രാ കൊടുക്കണം. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ ഒരു 1000 റുപ്പീസ് എക്സ്ചേഞ്ച് ഓഫർ വരുന്നുണ്ട്. അപ്പോൾ ആ എക്സ്ചേഞ്ച് ഓഫറോട് ആഡ് ചെയ്യുമ്പം 999 രൂപയ്ക്ക് നിങ്ങൾക്ക് ബേസ് വേരിയൻറ്റ് കിട്ടും, അതായത് 4GB 128GB വേരിയൻറ്റ്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിനകത്ത് ചിപ്സെറ്റാണ് സ്നാപ്ഡ്രാഗൺ 695 ചിപ്സെറ്റാണ്, 5G ആണ്, 6nm ടെക്നോളജിയാണ് ബിൽഡ് ചെയ്തേക്കുന്ന ഒരു ചിപ്സെറ്റാണ്. അതേപോലെ തന്നെ LPDDR4X റാമാണ് വരുന്നത്, UFS 2.1 സ്റ്റോറേജാണ് വരുന്നത്. അപ്പം ചിപ്സെറ്റിൻ്റെ കേസിലും പെർഫോമൻസിൻ്റെ കേസിലും കാര്യമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് മോട്ടോ കൊണ്ടുവന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല ചിപ്സെറ്റാണ് കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞൊരു വർഷം നോക്കിക്കഴിഞ്ഞാൽ 20,000 25,000 ഉള്ള സ്മാർട്ട് ഫോൺസിൽ ഈ ഒരു ചിപ്സെറ്റ് വെച്ചാണ് കൊടുത്തിരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് 10,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു ചിപ്സെറ്റ് ഇടുന്നത് ഒരു ബെറ്റർ ഓപ്ഷൻ തന്നെയാണ്. ചിപ്സെറ്റ് ഈസ് ഓക്കെ ആണ്. അതുപോലെ തന്നെ 5000 mAh ബാറ്ററി വരുന്നുണ്ട്. 20 വാട്ടിൻ്റെ ചാർജറാണ് ബോക്സിൽ കിട്ടുന്നത്. പക്ഷേ 18 വാട്ട് മാത്രമേ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഇതിൽ ചെയ്യുന്നുള്ളൂ ഈ ഒരു ഫോൺ. പിന്നെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ക്യാമറ 50+2 ആണ്, ഒരു നോർമൽ ക്യാമറ സെറ്റപ്പാണ്. ഫ്രണ്ടിൽ 60 MP ക്യാമറ ഉണ്ട്. പിന്നെ നമുക്ക് മോട്ടോയിൽ ഇപ്പോൾ കുറേ ഫീച്ചേഴ്സ് അവർ ഇതിനകത്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സെൽഫി ക്യാമറ വീഡിയോ റെക്കോർഡിങ്ങിൽ സ്റ്റെബിലൈസേഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 1080 30 FPS നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ക്യാമറയിൽ ഒരു 10,000 രൂപയ്ക്ക് കിട്ടുന്ന സ്മാർട്ട് ഫോൺസിൽ കിട്ടുന്ന എല്ലാ ഫീച്ചേഴ്സും നിങ്ങൾക്ക് ഇതിൽ കിട്ടും. പിന്നെ കാര്യമായിട്ട് ഉള്ള ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിസൈനാണ്. ഡിസൈൻ അത്യാവശ്യം പ്രീമിയം ഒരു ലുക്കൊക്കെ കിട്ടുന്ന ഒരു ഡിസൈനാണ്. ഇതിനകത്തൊരു ഓഷ്യൻ ഗ്രീനോ ഓപ്ഷൻ ബ്ലൂവോ അങ്ങനെ എന്തോ ഒരു പേരുള്ളൊരു ഒരിതുണ്ട്. ഒന്ന് ബ്ലാക്കും ഒന്ന് വൈറ്റും പിന്നെ ഒരു ഓഷ്യൻ ബ്ലൂ അങ്ങനെ എന്തോ ഒരു പേരാണ്, എക്സാക്റ്റ് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അതിന് വീഗൻ ലെതർ ഫിനിഷൊക്കെ വരുന്നുണ്ട്. വീഗൻ ലെതറൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25,000 റേഞ്ച് വരുന്ന സ്മാർട്ട് ഫോൺസിലൊക്കെയാണ് വീഗൻ ലെതറൊക്കെ വരാറുള്ളത്. സോ അങ്ങനെ നോക്കുന്ന സമയത്ത് അതും അടിപൊളിയാണ്. പിന്നെ ഇതിൽ ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ചെയ്യുന്ന ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ വരുന്നുണ്ട് 10,000 സെഗ്മെൻറ്റിൽ. അങ്ങനെ കണ്ടിട്ടില്ലാത്തൊരു ഫീച്ചറാണത്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് വരുന്നത്. ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഡ്രോബാക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ഇതിൻ്റെ ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേ നമുക്ക് 6.5 ഇഞ്ചിൻ്റെ IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ HD+ ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഒരു പോരായ്മയായിട്ട് വേണമെന്നെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ എനിക്ക് തോന്നുന്നത് 999 രൂപയ്ക്കൊക്കെ നിങ്ങൾക്ക് ഒരു 9,999 രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു ഫോൺ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്ചേഞ്ച് ഇടുകയാണെങ്കിൽ അതിലും കുറച്ചുകൂടെ കുറഞ്ഞ് കിട്ടും. അഡീഷണൽ ബോണസ് എന്നാണ് 1000 രൂപ പറയുന്നത്. അപ്പം എക്സ്ചേഞ്ച് ഇട്ടാണെങ്കിൽ വാങ്ങുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പൈസ കുറയും. അപ്പോൾ ആ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ 5G സ്മാർട്ട് ഫോൺ കിട്ടുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊരു മാറ്റി വെച്ചിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. ഇപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോൺ ആർക്കൊക്കെ വാങ്ങാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെക്കൻഡറി സ്മാർട്ട് ഫോൺ വാങ്ങുന്നവർക്ക് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാം. 5G സപ്പോർട്ടുണ്ട്. അതുപോലെ Android 14 ആണ് ഔട്ട് ഓഫ് ദി ബോക്സ് വരുന്നത്. നമ്മൾ പറഞ്ഞിട്ടുള്ള Redmi Note 13 Pro Plusൽ Android 13 ആണ് വരുന്നതെന്ന് തോന്നുന്നു. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ അൺബോക്സിങ്സ് ഞാൻ കണ്ട സമയത്ത് മോട്ടോക്കാർ ഈ സാധാരണ ഗതിയിൽ അവർ ഈ ആപ്ലിക്കേഷൻസ് ഒന്നും പരസ്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇതിനകത്ത് എടുക്കാറുള്ളതല്ല. എന്നാൽ ഈ ഒരു സ്മാർട്ട് ഫോണിൽ കുറേ പരസ്യങ്ങളും കാര്യങ്ങളും ഒക്കെ കാണുന്നുണ്ട്. എന്നാൽ ഇൻബിൽറ്റായിട്ട് വരുന്ന ആപ്ലിക്കേഷൻസ് എല്ലാം നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ ഈ പരസ്യങ്ങളൊക്കെ നമുക്ക് ഓഫ് ചെയ്തിടാൻ പറ്റും. അതുകൊണ്ട് അതും വലിയ പ്രശ്നമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു സെക്കൻഡറി സ്മാർട്ട് ഫോണായിട്ട് അതേപോലെ നിങ്ങൾക്ക് കുറച്ച് പ്രായമുള്ള ആൾക്കാർ ആദ്യമായിട്ട് സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നവർക്കൊക്കെ മേടിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. സോ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു 10,000 നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസ് തന്നെയാണ് മോട്ടോ G34 എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.